എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് പൈതൺ ലിസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് ആദ്യം നമ്മൾ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തു, പിന്നെ സീക്വൻസ് ടൈപ്പ് ഡിസ്കസ് ചെയ്തു. ഈ സീക്വൻസ് ടൈപ്പിനകത്തുള്ള ഒരു ടൈപ്പാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ പൈതൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. സീക്വൻസ് ടൈപ്പിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു ടൈപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, സ്ട്രിങ്. ഈ സ്ട്രിങ് എന്താണ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് സ്ട്രിങ് ഹാൻഡ്ലിങ് ചെയ്യുക, ഏതൊക്കെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും ഓപ്പറേഷൻസും ഒക്കെയാണ് നമ്മളുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ലിസ്റ്റിൻ്റെ കേസ് വരുമ്പോൾ എന്താണ് ലിസ്റ്റ്, എങ്ങനെയൊക്കെയാണ് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പറേഷൻസ്, എന്തൊക്കെയാണ് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ്, എന്താണ് അതിൻ്റെ സിൻടാക്സ്, കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പൈതൺ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് പഠിച്ചിട്ടുള്ള അരേസ് പോലെയുള്ള കൺസെപ്റ്റാണ്. എന്താണ് അരേസിൻ്റെ പ്രത്യേകത? അതിനകത്ത് കുറേ ഡാറ്റകൾ ഉണ്ടായിരിക്കും, പക്ഷെ അത് സെയിം ടൈപ്പിലുള്ള ഡാറ്റകളായിരുന്നു അരേസിൻ്റെ കേസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ലിസ്റ്റിൻ്റെ കേസ് വരുമ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റകൾ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇൻറ്റീജർ പോസിബിളാണ്, സ്ട്രിങ് പോസിബിളാണ്, അങ്ങനെ നമുക്ക് ആ ലിസ്റ്റിനകത്ത് എല്ലാ ടൈപ്പുകളും ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. അരേസിനകത്ത് അതായിരുന്നില്ല. ഇൻ്റ് ആണെങ്കിൽ അല്ല ഇൻറ്റീജർ ടൈപ്പ്, സ്ട്രിങ് ആണെങ്കിൽ അങ്ങനെയാണ് അരേസിൻ്റെ കേസിലുണ്ടായിരുന്നത്. ലിസ്റ്റിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, ദ ഐറ്റംസ് സ്റ്റോർഡ് ഇൻ ദ ലിസ്റ്റ് ആർ സെപ്പറേറ്റഡ് വിത്ത് എ കോമ. അപ്പോൾ ഈ ലിസ്റ്റിനകത്ത് നമുക്ക് ഒരുപാട് ഐറ്റംസ് കൊടുക്കാം. ആ ഐറ്റംസൊക്കെ നമ്മൾ കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് അത് എൻക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് അതിനകത്ത് പല ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ആ ലിസ്റ്റിനകത്തുള്ള ഒരു ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓപ്പറേറ്റർ ഉണ്ട്, സ്ലൈസ് ഓപ്പറേറ്റർ. ഈ സ്ലൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പെർട്ടിക്കുലർ ഡാറ്റ ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണ് ബിൽറ്റിനായിട്ടുള്ള ഫങ്ഷൻസ് അവൈലബിൾ ആണ്, അതേപോലെ ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ വേണ്ട രീതിയിൽ അത് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ കേസിലും ഈ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ, അതായത് പ്ലസ് ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഉണ്ട്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ എന്തായിരുന്നു? റിപ്പീറ്റീഷൻ ഓപ്പറേറ്റർ ആയിരുന്നു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ സ്ട്രിങ്ങിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. എന്തായിരുന്നു പ്രത്യേകത? കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന എന്തിനായിരുന്നു? ഇപ്പോൾ ഹലോ, പൈതൺ എന്നുള്ള രണ്ട് സ്ട്രിങ് ഉണ്ടെങ്കിൽ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹലോ പൈതൺ എന്നുള്ളത് ഒരുമിച്ചാക്കി കൊടുക്കാൻ കഴിയും, പ്രിൻ്റ് ചെയ്യാൻ കഴിയും. റിപ്പീറ്റീഷൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് പൈതൺ *2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈതൺ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തിട്ടും വരും. ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. These work with the list in the same way as they were working with the strings. നമ്മൾ സ്ട്രിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണോ ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയത് അതേപോലെ തന്നെയാണ് ലിസ്റ്റിൻ്റെ കേസിലും ഇത് എക്സിക്യൂട്ട് ആവുന്നത്. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം നോക്കാം എങ്ങനെയാണ് ഇത് ലിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന്. ലിസ്റ്റ് 1 ഹൈ പൈതൺ 2, ഇത്രയാണ് ഈ ലിസ്റ്റ് 1-നകത്തുള്ളത്. 1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. ഹൈ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിങ് ടൈപ്പാണ്. പിന്നെ പൈതൺ ഉണ്ട്, അതും സ്ട്രിങ് ആണ്. പിന്നെ 2 ഉണ്ട്. ഇത്രയാണ് ലിസ്റ്റ് 1-നകത്ത് ഉള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ലിസ്റ്റ് 1 ഒന്ന് പ്രിൻ്റ് ചെയ്യാം. എന്താണ് പ്രിൻ്റ് ചെയ്യാനുള്ള സിൻടാക്സ്? പ്രിൻ്റ് ബ്രാക്കറ്റിനകത്ത് ലിസ്റ്റ് 1 എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ലിസ്റ്റ് 1 അതുപോലെ 1 ഹൈ പൈതൺ 2 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. പിന്നെ ഈ ലിസ്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ മുന്നേ പറഞ്ഞു. ആ പ്രത്യേകത നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഓരോ ഡാറ്റ കഴിഞ്ഞിട്ടും കോമ ഇട്ട് കൊടുക്കണം. പിന്നെ സ്ട്രിങ്ങിനെ കോഡ്സിനകത്ത് സെറ്റ് ചെയ്യണം. പിന്നെ എൻക്ലോസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ്. ഇനി വരാൻ പോകുന്നത് അടുത്ത പോയിൻ്റ് ലിസ്റ്റ് സ്ലൈസിങ് ആണ്. അതായത് സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ലിസ്റ്റിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാം. അതിനാണ് നമ്മൾ ഈ സ്ലൈസിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അത് കോളാണ് യൂസ് ചെയ്യുന്നത്. പ്രിൻ്റ് ലിസ്റ്റ് 1 3 കോളം. അപ്പോൾ അതായത് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ആ ഡാറ്റ എന്താണോ അതാണ് നമ്മളിവിടെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്നത് ലിസ്റ്റ് സ്ലൈസിങ് വേറെ ഒന്നും കൂടെ ഉണ്ട്. അതായത് 2 ഡാറ്റയൊക്കെ വരുമ്പോൾ, അതായത് ഇപ്പോൾ ലിസ്റ്റ് 1 0:2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ
ആദ്യത്തെ 2 ഡാറ്റയാണ് അവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. അങ്ങനെയൊക്കെ നമുക്ക് സ്ലൈസിങ് പോസിബിൾ ആണെന്ന് കാണിക്കാനാണ് ഈ ഒരു കോഡുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ലിസ്റ്റ് കൺകാറ്റിനേഷൻ യൂസിങ് പ്ലസ് ഓപ്പറേറ്റർ. നമ്മൾ പറഞ്ഞു പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് കൺകാറ്റിനേഷന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അത് ചെയ്യുക? പ്രിൻറ്റ് ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 1. അപ്പോൾ എന്ത് ചെയ്യും? ലിസ്റ്റ് 1ഉം കൺകാറ്റിനേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ വരുന്ന ലാസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ലിസ്റ്റ് റെപ്പിറ്റീഷൻ യൂസിങ് സ്റ്റാർ ഓപ്പറേറ്റർ. അതായത് ലിസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ലിസ്റ്റ് സ്റ്റാർ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ഈ ലിസ്റ്റ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ള എന്താണ്? 1, ഹൈ, പൈതൺ, 2 എന്നാണ് വന്നിട്ടുള്ളത്. എന്തായിരുന്നു ഫസ്റ്റ് കോഡ്? പ്രിൻറ്റിങ് ദ ലിസ്റ്റ് 1. ഓഫ് കോഴ്സ് എന്താണ് ലിസ്റ്റ് 1 എന്താണെന്ന് പ്രിൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് വന്ന കോഡ് എന്തായിരുന്നു? ലിസ്റ്റ് സ്ലൈസിങ് ആയിരുന്നു. അതായത് ലിസ്റ്റ് 1 ബ്രാക്കറ്റിനകത്ത് 3 കോളനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1, 2, 3 കഴിഞ്ഞിട്ടുള്ള എന്താണ്? 2. ആ 2 ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരിക. 2 കണ്ടോ? പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ രണ്ടാമത്തെ 2 അതാണ് അതിൻ്റെ ഔട്ട്പുട്ടാണ് കേട്ടോ. പിന്നെ വരുന്നത് ലിസ്റ്റ് സ്ലൈസിങ് പ്രിൻറ്റ് ലിസ്റ്റ് 0:2. അതായത് ആദ്യത്തെ 2 0:2 പറഞ്ഞാൽ എന്താണ്? 0 മുതൽ 2 വരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വരിക. 2 ഡാറ്റകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? 1, ഹൈ എന്ന് മാത്രം കൊടുത്തു. പിന്നെ അടുത്തതോ ലിസ്റ്റ് കൺകാറ്റിനേഷൻ യൂസിങ് പ്ലസ് ഓപ്പറേറ്റർ. അതായത് നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലിസ്റ്റ് 1 അഗെയിൻ ലിസ്റ്റ് 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് വരിക? 1, ഹൈ, പൈതൺ, 2, പിന്നെയും 1, ഹൈ, പൈതൺ, 2. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു പോയിൻ്റ് മനസ്സിലാകും. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ തുടങ്ങി ലാസ്റ്റാണ് ഇത് അവസാനിക്കുന്നത്. അതായത് എന്താ അതിൻ്റെ പ്രത്യേകത? അത് കൺകാറ്റിനേറ്റ് ചെയ്തു. അതായത് അത് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്ക്വയർ ബ്രാക്കറ്റ് സെപ്പറേറ്റ് കൊടുക്കാതെ സിംഗിളായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്ന പോയിൻ്റ് എന്താണ്? നമ്മുടെ സ്റ്റാർ ഓപ്പറേറ്റർ. അതായത് ലിസ്റ്റ് 1നെ 3 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1, ഹൈ, പൈതൺ, 2, 1, ഹൈ, പൈതൺ, 2, 1, ഹൈ, പൈതൺ, 2. പിന്നെ കേളി ബ്രേസ് സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യണം കേട്ടോ. വിട്ടുപോയതാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ലിസ്റ്റ് ഓപ്പറേഷൻസ് നടത്തുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റിനകത്ത് ഹാൻഡ്ലിങ് നടത്തുന്നത്. കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നമുക്ക് കൺസെപ്റ്റ് ഒന്ന് പറയാം. എന്തായിരുന്നു പൈതൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള അരേസ് പോലെയുള്ള ഒരു കൺസെപ്റ്റിനെയാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പുകളുള്ള ഡാറ്റ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. അരേക്കകത്ത് പോസിബിൾ ആയിരുന്നില്ല, സെയിം ടൈപ്പിലുള്ളതേ പോസിബിൾ ആയിരുന്നുള്ളൂ. പിന്നെ ഓരോ ഐറ്റം കൊടുക്കുമ്പോഴും നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫൈനലി അത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് എൻക്ലോസ് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഇതിനകത്ത് നമ്മൾ പല ടൈപ്പിലുള്ള ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്ലൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ലിസ്റ്റിനകത്തുള്ള പെർട്ടിക്കുലർ ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. പിന്നെ കൺകാറ്റിനേഷൻ ഓപ്പറേറ്ററും റിപ്പിറ്റീഷൻ ഓപ്പറേറ്ററും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്ത പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ലിസ്റ്റും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഗ്രാം എക്സാമ്പിളായിട്ട് കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തു. പിന്നെ അതെങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ഇത്രയാണ് നമ്മളുടെ പൈതൺ ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ.